ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങി കേട്ടോ. ഞാനും മക്കളും അമ്മയും കൂടിയിട്ടാണ് യാത്ര പോകുന്നത്. ദൂരത്തേക്ക് എവിടെയല്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. പക്ഷെ എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം അതാണ് സിനഗോഗ്. വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. പക്ഷെ എന്നാലും ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്രയും അടുത്തുണ്ടായിട്ട് ഈ ഒരു സ്ഥലം കണ്ടില്ലല്ലോ എന്ന് ഇപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ കാണിക്കുക. മട്ടാഞ്ചേരി പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ജൂയിഷ് സ്ട്രീറ്റ് കിടക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം തന്നെ ഞങ്ങളവിടെ ക്രാഫ്റ്റേഴ്സ് ഷോപ്പിൽ കയറി. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ് അവിടെയുണ്ട്. അതായത് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്, ഇതിൻ്റെ ഡയാമീറ്റർ വരുന്നത് 12 അടിയും ഇതിൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ 3000 കിലോയ്ക്കും മേലെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ആ ഷോപ്പിൽ ഈ വാർപ്പ് മാത്രമല്ല കേട്ടോ, കുറേ ഹോം ഡെക്കേഴ്സ് ഐറ്റംസ്, പിന്നെ ബ്രോൺസ്, പിച്ചള, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദൈവങ്ങളുടെ ശില്പങ്ങൾ, പിന്നെ ആൻറ്റിക് ഐറ്റംസ് കുറേ ഉണ്ട്. ജുവല്ലറികളുണ്ട്, ജുവല്ലറി വെക്കുന്ന ബോക്സുകളുണ്ട്, പിന്നെ ചൈനീസ് ജാറുകൾ, ഹോം ഡെക്കർ ആയിട്ട് വെക്കാവുന്ന കുറേ അനിമൽസ്, ഇല്ലെങ്കിൽ ചീന ഭരണികൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം സിനഗോഗിലേക്ക് പോകാനുള്ള ഒരു തിരക്ക് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴോ ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയ ദിവസം തെറ്റിപ്പോയി. വെള്ളിയാഴ്ച ദിവസം വന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. ഇവിടുത്തെ ടൈമിംഗ് അവർ പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചവരെ ഇവിടെ പ്രവേശനമുള്ളൂ, അതായത് സന്ദർശകരെ. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അന്നും ശനിയാഴ്ച ദിവസങ്ങളിലും അവരുടെ ആരാധനാ സമയം ആയതുകൊണ്ട് തന്നെ സന്ദർശകരെ അവർ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. പിന്നെ അവരുടെ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഈ ദിവസങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർ നേരത്തെ അവിടെ അറിയിക്കണം. അതനുസരിച്ച് അവർ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവർ നൽകുന്നതാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ. എന്നാലും ആദ്യമായിട്ട് പോകുന്നതല്ലേ, അപ്പോൾ ജൂയിഷ് സ്ട്രീറ്റ് എങ്കിലും കാണാമല്ലോ, ആ തെരുവ് എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നും കുറച്ചും കൂടി നടന്നു. അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ എന്തൊക്കെ പറയുക, ആൻറ്റിക് ഐറ്റംസ്, പിന്നെ എംബ്രോയ്ഡറി ചെയ്ത കുറേ ഡ്രസ്സുകൾ, വീടുകളിൽ ആവശ്യമുള്ള കുറേ ഹോം ഡെക്കർ ഐറ്റംസ്, ഇതെല്ലാം കുറേ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന കുറേ ഐറ്റംസ്. പിന്നെ സെൻറ്റുകളുണ്ട്, പിന്നെ ഓരോ അനിമൽസിൻ്റെ ഫേസുകൾ, പിന്നെ ദൈവങ്ങളുടെ കുറേ ശില്പങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ്. ഇതെല്ലാം കാണുമ്പോൾ വീടുകളിൽ വെക്കാനായിട്ട് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഒറ്റ നിപ്പിന് തന്നെ മേടിക്കാവുന്ന ആ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് മക്കളും അതേപോലെ തന്നെ കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ അയ്യോ അമ്മ എന്ത് ക്യൂട്ടാ, ഓരോന്നിൻ്റെയും ഇന്നർ വരെ അവർ കണ്ടിട്ട് അതിൻ്റെ കണ്ണ്, ഇല്ലെങ്കിൽ അത് നിൽക്കുന്ന ഒരു പോസ്, ഓരോന്നും അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മക്കൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് ഞാനും വിചാരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറയട്ടെ. നിങ്ങളും ഇതേപോലെ മക്കളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കണം. ഞങ്ങൾ കാണാത്ത കുറേ ഐറ്റംസ് അവർ കണ്ടുപിടിക്കും. അപ്പോൾ ഞങ്ങളവിടെ സിനഗോഗിൻ്റെ പടിവാതിൽ വരെ എത്തി, അത് കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെന്നാൽ സിനഗോഗിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നുള്ളതിന് ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ സാറാസ് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞ അവിടുത്തെ ഷോപ്പിൽ, അവിടെ ഇപ്പോൾ സാറാൻറ്റി ഇല്ല. സാറാൻറ്റി 2015, അതായത് ജൂയിഷ് ആളായിരുന്നു. പക്ഷേ ആ മാഡം 2015 എക്സ്പയർഡ് ആയി. അപ്പോൾ ആ ഷോപ്പ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന താഹ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അദ്ദേഹം ജൂയിഷ് അല്ല, കേരളത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ അങ്കിളിനെ നോക്കി പോവുക. അങ്ങനെ ഞങ്ങൾ സാറാസ് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞങ്ങളെത്തി. ഇതാണ് ആ പറഞ്ഞ സാറ ആൻറ്റി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ ഷോപ്പിലെ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങളൊന്ന് കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ആ ആൻറ്റി തയ്ച്ച ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത വർക്കുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെ പണ്ടത്തെ ജൂയിഷ് സ്ട്രീറ്റിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, ആ ഫോട്ടോ കണ്ടപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ ഭംഗി തന്നെ അവരിപ്പോൾ
ഇപ്പോഴും അവിടെ താമസിക്കുന്ന ഇല്ലെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ ആ ചേട്ടൻ വന്നപ്പോഴേ ആ ചേട്ടനാണ് പറഞ്ഞത്, പണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഷോപ്പുകളൊന്നും ആയിരുന്നില്ല, അവിടെ അവിടെ ഈ ജൂയിഷ് ആൾക്കാർ താമസിക്കുന്ന വീടുകളായിരുന്നു. ഇപ്പോൾ ഈ ജൂയിഷായിട്ട് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഏജ്ഡ് ആയതുകൊണ്ട് അധികം ആരെയും അങ്ങനെ കാണാറില്ല. പിന്നെ ഞാൻ പോയ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനാ സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അദ്ദേഹമാണ് അതേപോലെ ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ക്ലോക്ക് ടവറിൽ 3 ദിക്കിലും 3 നമ്പേഴ്സുള്ള ഡയൽസാണ് വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, ഇത് തോറ എന്ന് പറയും. അതായത് അവരുടെ പ്രാർത്ഥനാ ഗ്രന്ഥമാണ് ഈ തോറ എന്ന് പറയുന്നത്. അവർ ഇതേപോലത്തെ അതിൻ്റെ തന്നെ ഒരു ചെറിയ വേർഷനാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നത്. അവരുടെ ഉള്ളത് ഹിബ്രു ലാംഗ്വേജിൽ എഴുതിയ ഇതിനും വലിയ തോറയാണ് ശരിക്കും അവർ വായിക്കുന്നത്. ഇതതിൻ്റെ ചെറിയൊരു വേർഷൻ. അത് വലത്ത് നിന്ന് ഇടത്തേക്ക് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കറക്കി കറക്കി കൊണ്ടുപോകുന്നതാണ് ഈ തോറ എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ക്ലോക്ക് ടവറിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അതിനു മുമ്പ് ഇത് അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളെന്തായാലും സിനഗോഗിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ അത് കാണാനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ആനവാദിക്കൽ ജസ്റ്റ് ഫ്രഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ ഷേക്കും കുടിച്ചു. 2 പിസ്ത ഷേക്ക്, ഒരു ബട്ടർ സ്കോച്ച് ഷേക്ക് ആൻഡ് ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും കുടിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ സിനഗോഗിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയും എന്നുള്ളവർ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യില്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിലും മെസ്സേജ് അയയ്ക്കുക.